ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 200 സംതിങ്ങിനാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്, 2 പാക്കാണ് ഞാൻ 200 സംതിങ്ങിന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ കാണാം. അപ്പം അതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം മറക്കണ്ട. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെർബൽ വാക്സ് പൗഡറാണ് കേട്ടോ. ഇത് സാൻഡൽവുഡിൻ്റെ ഹെർബൽ വാക്സ് പൗഡറാണ്. നമുക്ക് ഫേഷ്യൽ ഹെയറും അണ്ടർ ആം ഹെയറും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്സ് പൗഡറാണിത്. ജസ്റ്റ് ഹെർബലാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. സോ നമുക്ക് നല്ല സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇങ്ങനെ റേസറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിഗ്മെൻറ്റേഷൻ കൂടാനും ഇറിറ്റേഷൻ വരാനും ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ബെസ്റ്റ് ആയിരിക്കും. സോ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ഇത് അനീസ് നാച്ചുറൽ ബ്യൂട്ടി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ സാൻഡൽവുഡ് ഹെർബൽ വാക്സ് പൗഡറാണ്. ആൻഡ് ഓൾസോ ഇത് സ്കിൻ ഡീറ്റാൻ ചെയ്യാനും സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനും ഇൻസ്റ്റൻറ്റ് ഹെയർ റിമൂവലിനും പിന്നെ എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് പറ്റുന്നതാണ്. സോ നമുക്കിനി ഇത് തുറന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഹെർബൽ വാക്സ് പൗഡർ എന്ന് പറയുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ ആണ്. 2 പാക്ക് വരുന്ന ഒരു പ്രോഡക്റ്റാണിത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫേസ് പാക്ക് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് ഫ്രം അനീസ് എന്നും പറഞ്ഞിട്ടൊരു ഫേസ് പാക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആണ് കേട്ടോ ഫേസ് പാക്ക്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആൻഡ് ഓൾസോ ഇതിനോടൊരു ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ബ്രഷും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് പൊട്ടിച്ച് നോക്കാം. സോ ഇതാണ് നമ്മുടെ പൗഡർ. ഈ ഒരു പൗഡർ പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ ജസ്റ്റ് വാട്ടറിലോ നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാക്കിങ് അതിനകത്തോട്ടിടാം. കുറച്ച് മതി. ഞാൻ എന്താ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാം. സോ ഇതാണ് കേട്ടോ എൻ്റെ ലെഗിലെ ഹെയർ വരുന്ന നല്ല ഹെയർ ഉണ്ട്. അങ്ങനെ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇത് അത്യാവശ്യം ഒരു ഇറിറ്റേറ്റിംഗ് സ്മെല്ലല്ല, എന്നാലും ഒരു വല്ലാത്ത സ്മെല്ല് ഇതിനുണ്ട്. മേ ബി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ ഫുള്ള് കാലിലൊക്കെ അപ്ലൈ ആയിട്ട് ഞാൻ ഒരു 10-25 മിനിറ്റോളം ഞാൻ ഇരുന്നു. മേ ബി ഉണങ്ങാൻ താമസിച്ചുകൊണ്ടായിരിക്കാം. ഒരു 20 മിനിറ്റോളം ഞാൻ ഇരുന്നു. എന്നിട്ട് ഞാനിത് റിമൂവ് ആക്കി നോക്കി കേട്ടോ. ആക്ച്വലി ഇത് അടിപൊളി സാധനമാണ്. നല്ല മൂവ് ആവുന്നുണ്ട്, ഹെയറൊക്കെ നല്ല റിമൂവ് ആയി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ചില സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, ഇട്ടപ്പം ഇച്ചിരി വെള്ളം കൂടിപ്പോയായിരുന്നു ആ പൊടി ഇട്ടപ്പം. അങ്ങനെ ഇച്ചിരി മിക്സ് ചെയ്തപ്പോൾ വെള്ളം കൂടിപ്പോയതുകൊണ്ട് പിന്നെ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിട്ടില്ലായിരുന്നു. അതേ ഉള്ളായിരുന്നു. അല്ല നല്ല റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. ഒട്ടും പെയിൻ ഇല്ല, പെയിൻ ഫ്രീ ആയിട്ടുള്ളതാണ്, അടിപൊളിയാണ്. അങ്ങനെ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ കൊറിയൻ ഫേസ് പാക്കും കുറച്ചിട്ടിട്ട് പാലിൽ ഞാൻ മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫേസിൽ അപ്ലൈ ചെയ്തു. ഫേസിൽ ഞാൻ മറ്റേത് ഇട്ടില്ലായിരുന്നു, പക്ഷെ ഇതൊന്ന് ജസ്റ്റ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതും ഇട്ട് പിന്നെ കാലിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഫേസ് ഫുള്ളിലും പിന്നെ കാലിലും ഞാൻ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് കാണിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ഞാൻ തുടച്ചു കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഫേസൊക്കെ. നല്ലൊരു ഫേസ് പാക്ക് ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു, നല്ലതായിരുന്നു. അങ്ങനെ അതെല്ലാം തുടച്ച് ഞാൻ ക്ലിയർ ആക്കി എല്ലാം സെറ്റാക്കി. ആൻഡ് ഓൾസോ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഫേസൊക്കെ കഴുകി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു ഹെയർ ആയാലും ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തതിനകത്ത് ഇച്ചിരി വെള്ളം കൂടിപ്പോയി, അതിൻ്റെ ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്കുണ്ടായിരുന്നു. ഇങ്ങനെ രോമം ഇടയ്ക്കത്തെ വന്നില്ലായിരുന്നു. അപ്പം കുറച്ച് കട്ടി പേസ്റ്റ് ആക്കാൻ നോക്കുക, അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. പിന്നെ ബാക്കിയെല്ലാം അടിപൊളിയാണ്, നല്ല രീതിയിൽ ഹെയർ റിമൂവ് ആവുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫേസ് പാക്കും നല്ലതാണ് കേട്ടോ. സ്കിന്നൊക്കെ ഓക്കെ ആയി ഇച്ചിരി ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക, നല്ല യൂസ്ഫുൾ ആയിരിക്കും.
സോ ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഒക്കെ ടാഗ് ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.